എന്റെ വരവും കാത്തിരിക്കുകയാണ് ഹാബിയും കുഞ്ഞിയും. അങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്ന് ഓടി വീട്ടിൽ വന്നപ്പം BMW പുറത്ത് കിടക്കുന്ന കാരണം കെർവ് എടുത്ത് നമ്മൾ അകത്തിട്ടു ഗൈസ്. ബൈ ദ വൈ, ഇതാണ് കേട്ടോ എൻ്റെ വീട്. കെർവ് അകത്തോട്ട് കയറ്റിയതും നമ്മുടെ ഹാബിയും കുഞ്ഞിയും ചുറ്റും നടന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ കുറേ ടൈം അങ്ങ് സ്പെൻഡ് ചെയ്തു. നേരം പോയതേ അറിഞ്ഞില്ല. രാവിലെ ആയപ്പോൾ നമ്മുടെ ഓണമായി ഗൈസ്. സ്വന്തം വീട്ടിൽ എത്ര വാഴ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വാഴയില പറിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ അമ്മയും മരിയേയും പോയി വാഴയിലൊക്കെ എടുത്തിട്ട് വന്നു. ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ അത്തപ്പൂക്കളത്തിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അത്തപ്പൂക്കളം എപ്പോഴും ഭയങ്കര സിമ്പിളാണ് ഗൈസ്. അത് ഞങ്ങൾക്ക് വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. എപ്പോൾ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചാലും അത് കോളായി പോകാറാണ് പതിവ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ശ്രമിച്ചു. ആ ട്രൈയിൽ പൂക്കളം വീണു ഗൈസ്. അമ്മയും കൂടെ കൂടി അങ്ങനെ പൂക്കളം ഇടലിൽ ഞങ്ങൾ വിജയിച്ചു ഗൈസ്. ആ സന്തോഷത്തിൽ ഞങ്ങൾ ചാച്ചനെ കാത്തിരിക്കുമ്പോൾ ഹാബിയും കുഞ്ഞിയും ചാച്ച വന്നപ്പോൾ തന്നെ എല്ലാ കഥകളും അങ്ങ് വിവരിച്ചു കൊടുത്തു ഗൈസ്. അതല്ലെങ്കിലും അങ്ങനെയാണ്, ചാച്ചൻ വരുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ. പിന്നെ ആ ഗ്യാപ്പിൽ ഞങ്ങളൊന്ന് ഒരുങ്ങി സെറ്റായി സുന്ദരിയായിട്ട് ഫുഡ് അടിക്കാനായിട്ട് പോവാണ്. അമ്മ ഉണ്ടാക്കിയ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാ കറികൾക്കും. അതെല്ലാം കൂട്ടി സദ്യ കഴിച്ച് പായസം കുടിച്ച് ഇനി ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ ബൈ.